നമസ്തേ. നമസ്തേ. 2024 +2 റിസൾട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്തിരിക്കുന്നു. സ്റ്റേറ്റ് സിലബസ്, CBC, ISC, അതുപോലെ നീറ്റ് എക്സാമും കഴിഞ്ഞിരിക്കുന്നു. MBBS അതൊരു സ്വപ്നവും പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെയാണ് എല്ലാവരുടെ മനസ്സിലും. മെഡിക്കൽ ആസ്പിരൻസിൻ്റെ എല്ലാം മനസ്സിൽ MBBSഉം അതൊരു ഗവൺമെൻറ് മേഖലയിലെ പ്രവേശനവും ഒക്കെ നമ്മളുടെ ഒരു ആഗ്രഹമായി ഈ 2025 അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പിലോട്ട് കടക്കുന്ന സമയമാണ് എല്ലാവരും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നത് നമുക്കൊന്ന് പരസ്പരം ചർച്ച ചെയ്യാൻ മലയാളി സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണ് ഇത്, അല്ലേ? നമ്മൾ മെഡിക്കലിൻ്റെ മേഖലയിലോട്ട് മെഡിക്കൽ ആസ്പിരൻസ് ആയിട്ട് നോക്കുമ്പോൾ ധാരാളം കുട്ടികൾ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മേഖലയിലെ മെഡിക്കൽ കോളേജുകൾ, അല്ലെ ഓൾ ഇന്ത്യ ലെവലിലുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ പ്രവേശനം ആഗ്രഹിച്ച് റിപ്പീറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ അതിന് ചേരാൻ തുടങ്ങുന്ന സമയമാണ് മെയ് ജൂൺ മാസങ്ങളിൽ. ഒരു വിദ്യാർത്ഥി റിപ്പീറ്റ് ചെയ്യാനെടുക്കുന്ന തീരുമാനം എന്തിനെ ആസ്പദമാക്കിയാവണം? ഏതാണ്ട് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒക്കെ അഭിമുഖീകരിച്ച മായറാണി ടീച്ചറിൽ നിന്നാണ് നമുക്കിന്ന് ചോദിച്ചറിയേണ്ടത്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്? എന്തിനെയൊക്കെയാണ് നാം അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? എന്തിനെയൊക്കെയാണ് നാം ഓവർകം ചെയ്യാൻ പഠിക്കേണ്ടത്? ആദ്യമായിട്ട് ടീച്ചർ, നമുക്ക് +2 റിസൾട്ടുകളെല്ലാം വന്നിരിക്കുമ്പോൾ പലതരത്തിലുള്ള മാർക്കുകൾ, പല സ്ട്രീമുകളെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു തീരുമാനം, ഒരു വിദ്യാർത്ഥി എന്തിനെ ആശ്രയിച്ചായിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, സ്വപ്നം കാണാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് ആഗ്രഹമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സർ, സ്കൂളിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ നമുക്ക് ഡോക്ടർ ആകണം, ഒരു എഞ്ചിനീയറെ കാണുമ്പോൾ നമുക്ക് എഞ്ചിനീയർ ആകണം, ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പൈലറ്റ് ആകണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊരു സ്ഥിരതയോ അല്ലെങ്കിൽ ഞാൻ എന്തായി തീരണം എന്ന് വളരെ ചെറുപ്പം തൊട്ടേ ആഗ്രഹിച്ചു വരുന്ന കുട്ടികൾ കുറവാണ്. അതെ, തീർച്ചയായിട്ടും. ചില കുട്ടികളുണ്ട് വളരെ ചെറുതിലെ തന്നെ എനിക്ക് ഡോക്ടറായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി ശ്രമിക്കുന്ന കുട്ടികൾ 6th തൊട്ട് അല്ലെങ്കിൽ 5th തൊട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ ജനറലൈസ്ഡ് വേയിൽ ഇപ്പൊ തന്നെ 25 ലക്ഷം ആപ്ലിക്കൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആ എഴുതിയ കുട്ടികളിൽ എത്രത്തോളം പേര് അത് എനിക്ക് വേണം, ഞാനത് കൃത്യമായിട്ട് ആഗ്രഹിച്ച് എനിക്ക് ആ പ്രൊഫഷൻ വേണം എന്ന് തീരുമാനിച്ചു വരുന്ന എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മൾ എല്ലാവരും തന്നെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം, പലപ്പോഴും ഇതൊരു സ്റ്റേറ്റസിന്റെ ഭാഗമായിട്ട് പാരൻസിന്റെ ഒരു കമ്പൽഷൻ. ചിലപ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ കഴിയുന്ന ഒരു കുട്ടി അത്യാവശ്യം ഒരു 90+ മാർക്ക് നേടിയാൽ ആ ഒരു ആർട്സ് സബ്ജക്റ്റിലേക്കല്ല പോകുന്നത്, സയൻസിലേക്കാണ് പോകുന്നത്. അവിടെ പലപ്പോഴും ഒരു പാരൻസിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. അത് ഇപ്പോൾ പാരൻസിനെയും കുറ്റമായിട്ടല്ല നമ്മൾ പറയുന്നത്, എങ്കിൽ പോലും നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. +2 കഴിഞ്ഞ് കുഞ്ഞിനോട് ഏറ്റവും ആദ്യം കുഞ്ഞിൻ്റെ മനസ്സിൽ എന്താണ്, അത് വെറും ഒരു ആഗ്രഹമാണോ? ഈ പറയുന്ന പോലെ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഡോക്ടറാകാം കൊള്ളാം എന്ന് തോന്നുന്ന ആഗ്രഹത്തിനപ്പുറം അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകൾ, അത് സഹിക്കാനുള്ള കാലിബർ അവനുണ്ടോ എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു ബ്രെയിൻ കപ്പാസിറ്റിയുടെയോ IQവിൻ്റെയോ മാത്രം ഒരു മാറ്റർ അല്ല, ഹാർഡ് വർക്കിങ്ങിൻ്റെ കാര്യമാണ്. കാരണം ഇത്രയും കുട്ടികൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാമിന് ആ കുട്ടി കോമ്പീറ്റ് ചെയ്തൊരു നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുവാനുള്ള ഒരു മാനസിക ശേഷി അല്ലെങ്കിൽ ആ ഒരു മാനസിക വളർച്ച അവന് വേണം. അത് ചില കുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് ഒരു നന്നായിട്ട് വരയ്ക്കാനാണ് ഇഷ്ടം, അവർക്ക് കുറേ നേരം ഇരുന്ന് പുസ്തകങ്ങളിലൂടെ വായിച്ചു പോയി പുസ്തകങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ ഇഷ്ടമില്ല. അങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ നിർബന്ധിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുട്ടി ഒരു പക്ഷേ ഒരു ദിവസം ഒരു ഡോക്ടറിനെ കണ്ടു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ പ്രൊഫഷനോട് ഒരു ഇഷ്ടം തോന്നി വന്നാൽ ഒരു പക്ഷേ അവന് അതിലേക്ക് ചുവടുറപ്പിച്ച് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏത് കുട്ടിയാണ് റിപ്പീറ്റിന് ചേരേണ്ടത്, അല്ലെങ്കിൽ ഏത് കുട്ടിയാണ് MBBS സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇത് ഒരു നിമിഷം കണ്ട സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹത്തിനപ്പുറം കുട്ടിയുടെ കാലിബറിനനുസരിച്ച് അല്ലെങ്കിൽ കുട്ടിയുടെ കഴിവുകൾ അതിന് ആപ്റ്റാണോ എന്ന് തിരിച്ചറിയാനുള്ള ബാധ്യത നമ്മൾ ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും കൂടുതൽ കബളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഒരുപാട് മാധ്യമങ്ങൾ വഴി നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ കണ്ടു പോവുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അല്ലെങ്കിൽ ആ സ്ഥലത്തുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടിയാൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റഡ് ആയി മുന്നിലെത്താൻ പറ്റുമോ? ഓടാൻ ഇഷ്ടമില്ലാത്ത ഒരു കുട്ടിയെ പിടിച്ച് ഓട്ടക്കളത്തിൽ കൊണ്ട് നിർത്തിയിട്ട് മാരത്തോൺ ഓടാൻ പറഞ്ഞാൽ അവൻ ഓടില്ല. അപ്പോൾ അങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന, അതിനെ ആഗ്രഹിക്കുന്ന കുഞ്ഞാണോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കപ്പാസിറ്റി എന്താണെന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾ ഇപ്പം ചില ആൾക്കാരെങ്കിലും ഇതിനോട് വിയോജിക്കുന്നുണ്ടാകാം. അവർ ചോദിക്കും, നമുക്ക് ഇപ്പോൾ എൻ്റെ മോനെ എനിക്ക് ഡോക്ടർ ആക്കണം എന്നാണ് ആഗ്രഹം, അവനെ തല്ലി
പഠിപ്പിച്ചൂടെ? പക്ഷെ അവിടെ ഒരു കാര്യം, നമ്മൾ എത്ര തല്ലി പഠിപ്പിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര പകർന്നു കൊടുത്താലും അവൻ്റെ മെൻറ്റാലിറ്റി അത് അക്സെപ്റ്റ് ചെയ്യാനും അതിനനുസരിച്ച് അവിടെയാണ് നമ്മൾ ഈ സ്ട്രെസ് ക്രിയേറ്റഡ് ആയിട്ട് കുഞ്ഞിന് ആ പ്രോബ്ലം ഉണ്ടാകുന്നു, കുഞ്ഞിന് ഈ പ്രോബ്ലം ഉണ്ടാകുന്നു. കാരണം ഒരു പക്ഷേ അവൻ ഈ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നില്ല. എന്തെങ്കിലും ഒരു പരസ്യവാചകത്തിൽ അല്ലെങ്കിൽ അവൻ കുഞ്ഞിലെ കണ്ട ഒരു സ്വപ്നം, ആ ഡോക്ടർ ആകണം, അതിലേക്ക് വന്നു വീഴുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്നോ അതിനുള്ള എന്നെക്കൊണ്ട് അതിന് പറ്റുമെന്നോ അവനും ചിന്തിക്കുന്നില്ല, രക്ഷിതാക്കളും ചിന്തിക്കുന്നില്ല. ആ ചിന്തയില്ലായ്മ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും അവസാന നിമിഷം വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ അടിക്കുന്നു, കുഞ്ഞിന് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അവൻ പറ്റാതാകുന്നു, വെറുതെ ഒരു വർഷം പോയി, അല്ലെങ്കിൽ കാശ് കൊണ്ട് കൊടുത്തു. ആ കുഞ്ഞിന് വളർന്നു വരാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ. ഒരു പക്ഷേ ഈ പറയുന്ന പോലെ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്ന, ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിന് ലോക പ്രശസ്തിയിലേക്ക് എത്താനുള്ള കഴിവുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അവന് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് ഈ ലോകത്തുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസിനെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമ്മൾ അവനിലേക്ക് വേറൊരു കാര്യം നമ്മൾ അങ്ങ് കൊടുക്കുകയാണ്. അത് ചെയ്യുന്നത് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ നമ്മൾ എടുക്കുന്നു. അവൻ്റെ ജീവിതത്തിൽ എപ്പോഴാണ് ഫ്രസ്ട്രേഷൻ വരുന്നതെന്നോ എങ്ങനെയാണ് മുന്നോട്ട് പോകണമെന്നോ നമ്മൾ വേണം ചിന്തിക്കാൻ. സോ ആരാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം കുഞ്ഞുമായിട്ട് അത് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെറുപ്പം മുതൽ അവൻ വളർന്നു വന്നപ്പോൾ അവൻ കാണിച്ച കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തവരാണ്. അതിന് കൂടുതൽ വാല്യൂ കൊടുത്താൽ തന്നെ ഒരു പക്ഷേ ആദ്യത്തെ ക്വസ്റ്റിന് ഉത്തരമാകും. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ സമൂഹം തന്നെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവയാണ്. സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നവർ വളരെ വളരെ കുറച്ചേ ഉള്ളൂ താനും. കാരണം നമ്മൾ കാണിക്കുന്ന ഈ കളർഫുൾ ലൈഫുകൾ അല്ലെങ്കിൽ ഈ കൊടുക്കുന്ന പ്രതീക്ഷകൾക്കൊക്കെ നമുക്ക് സാധാരണക്കാരായ ജനങ്ങളോട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എത്രത്തോളം കബളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ നമുക്ക് ധാരാളം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞ ഒരു കാലയളവിൽ ഞാനൊരു അധ്യാപകൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ അധ്യാപകൻ പറയുന്നുണ്ട്, ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ കാര്യം തന്നെ അദ്ദേഹം ഉദാഹരണത്തിന് പറയുന്നത്, ബ്രില്യൻറ്റിൽ എന്താണ് ചെയ്യുന്നത്, അവിടെ ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ ഉണ്ട്. വളരെ ഉയർന്ന മാർക്കും അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ മേഖലയിലൊക്കെ നന്നായിട്ട് പരിശീലിച്ച് മാർക്ക് ഒരുവിധം കിട്ടുന്നവരെ വീണ്ടും പരിശീലിപ്പിച്ച് റാങ്ക് മേടിച്ചു കൊടുക്കുന്നു. അതിലെന്താണ് ബ്രില്യൻറ്റിൻ്റെ കഴിവ്? നേരെ മറിച്ച് ഞങ്ങൾ ചെയ്യുന്നത്, അദ്ദേഹം മറ്റൊരു സ്ഥാപനത്തിലാണ്, ഞങ്ങൾ ചെയ്യുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഞങ്ങൾ അവരുടെ ലക്ഷ്യത്തിലേക്ക് അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്നു. പക്ഷേ അത് ഏറ്റവും വലിയ കബളിപ്പിക്കലല്ലേ? നമ്മൾ 2024 അല്ലെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ അല്ലെ കഴിഞ്ഞ 20 വർഷങ്ങളിലെ ഏതൊരു റാങ്ക് ലിസ്റ്റും മെഡിക്കലിൻ്റെ എടുത്ത് നോക്കിക്കോളൂ, 1 or 2 എക്സെപ്ഷൻ, അതായത് ലക്ഷങ്ങളിൽ, ആയിരങ്ങളിലോ 10,000ങ്ങളിലോ അല്ല, ലക്ഷങ്ങളിൽ 1 ആളോ 2 ആളോ ചിലപ്പം എക്സെപ്ഷൻ കണ്ടേക്കാം. അല്ലെങ്കിൽ വളരെ വളരെ ഉയർന്ന ഫീസ് കൊടുത്ത NRI സീറ്റുകളോ ഡീംഡ് കോളേജുകളോ ഫീസുകളൊക്കെ ചിലപ്പോൾ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും, കിട്ടുകയില്ലെന്നാ പറയുന്നില്ല. പക്ഷേ ഗവൺമെൻറ് മേഖലയിലെ ഒരു സീറ്റാണ് താല്പര്യമെങ്കിൽ എത്രത്തോളം നമുക്ക് നമ്മളുടെ സമയം, വർഷം, അതുപോലെ പൈസ ഇതെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിനക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നത് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ കബളിപ്പിക്കലാണ്. കാരണം ഓരോ വർഷത്തെയും റാങ്ക് ലിസ്റ്റുകൾ കൃത്യമായി അപഗ്രഥിച്ച് ഒരു 5 വർഷത്തെയെങ്കിലും റാങ്ക് ലിസ്റ്റ് അപഗ്രഥിച്ച് ഈ ഒരു റേഞ്ചിലുള്ളവരാണ് 90%. അപ്പം ഇതിനനുസരിച്ച് മാർക്കുള്ളവരായിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് നമ്മളുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ടീച്ചർ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഈ മാർക്കിനനുസരിച്ചുള്ളവരാണ്. ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഏതൊരു ക്ലാസ്സിൽ ടീച്ചർ ചെന്നാലും ആ 72 പേരിൽ 99% ആ മാർക്കുള്ളവരായിരിക്കും. എന്തായിരിക്കും ഈ ഒരു മാർക്കിൻ്റെ അല്ലെങ്കിൽ +1 +2 പഠിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ കൺസെപ്റ്റ് പഠിച്ചതിനകത്ത് ഇതിനകത്തെ പ്രധാന ഒരു കാര്യം എന്താണ്? എനിക്ക് തോന്നുന്നു ബ്രില്യൻറ്റിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ 90% കുട്ടികളെ അല്ലെങ്കിൽ ഏറ്റവും സ്റ്റുഡിയസ് ആയിട്ട് പഠിക്കുന്ന ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ മാത്രം എടുത്ത് പരിശീലിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവിടെ ഈ പറയുന്ന പോലെ കണ്ണടച്ച് നമ്മൾ പൂച്ച പാല് കുടിക്കുന്ന പോലെ പലരും കണ്ണടച്ച് നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു കാര്യമാണ് നടക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാനൊരു അധ്യാപികയാണ്, 10-15 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻട്രൻസിൻ്റെ മേഖലയിൽ മാത്രം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഒരു കുട്ടി, ആ കുട്ടി ഇപ്പോൾ അവന് കാലിബർ കുറഞ്ഞിട്ടോ ബുദ്ധിയില്ലായ്മ കൊണ്ടോ ഒന്നുമല്ല എങ്കിൽ പോലും +2 സാധാരണ ലെവലിൽ അത്യാവശ്യം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു 80-90% മാർക്കൊക്കെ കിട്ടും. ആ കിട്ടുമെന്നിരിക്കെ ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനുള്ള മടി കൊണ്ടോ ഒരുപാട് സമയം പഠിത്തത്തിലേക്ക് ചെലവഴിക്കാൻ
അങ്ങനെ ചില കുട്ടികൾക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിൽ ഈ പറയുന്ന പോലെ ആർട്സിലോ ഡാൻസിലോ ഒക്കെ താല്പര്യം കാരണം മാറ്റി വെക്കുന്നതോ കൊണ്ടോ മാത്രമാണ് അവൻ്റെ ഈ മാർക്ക് കുറഞ്ഞത്. അവൻ ശരിക്കും ആ ഒരു കാലിബർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റിന് ഡെഫിനറ്റ് ആയിട്ടും അവൻ ആൻസർ ചെയ്യാൻ പറ്റുകയും അവൻ ആ പരീക്ഷയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിക്കാൻ വില്ലിങ് അല്ല, അല്ലെങ്കിൽ അതിന് ആ ഒരു ടെൻഡൻസി കുഞ്ഞിന് ചെറുതിലേ ഉണ്ടായില്ല, അല്ലെങ്കിൽ അത് ഇഷ്ടമില്ല, അവന് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ താല്പര്യമുള്ള കുട്ടിയാണ്. ആ കുട്ടിയെ നമ്മൾ ഇപ്പോൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ 5 മണിക്കൂർ ഇരുന്ന് പഠിച്ചാൽ പോലും നമുക്ക് 90% മാർക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം കൃത്യമായിട്ട് 4 മണിക്കൂർ പഠിക്കാൻ പറ്റാത്ത ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ദിവസം 16 മണിക്കൂർ ഞാൻ പഠിപ്പിച്ച് റാങ്ക് വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നുന്നു. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുള്ള നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ കബളിക്കപ്പെടുന്ന ആൾക്കാരും ഉള്ളതെന്ന് പറയേണ്ടി വരുന്നത് വളരെ ബുദ്ധിമുട്ടോടുകൂടി തന്നെയാണ്. ഒരു വർഷത്തെ സമയം ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെടുന്നത്. അതെ, അവിടെ പൈസയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ സമയത്തിന്റെ കാര്യത്തിലോ നമ്മൾ പാരന്റ്സ് വിചാരിക്കുന്നത് കുഞ്ഞെങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്നാണ്. പക്ഷെ അവിടെ ആ രക്ഷപ്പെടുമ്പോൾ മറഞ്ഞിരിക്കുന്ന കാപട്യത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 30% മാർക്ക് വാങ്ങിക്കുന്ന ഒരു കുട്ടി റാങ്ക് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എക്സെപ്ഷൻ ഉണ്ട്. പക്ഷെ ആ എക്സെപ്ഷൻ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് കുട്ടികളിൽ ഒരാളാണ്. അത് മേ ബി പരീക്ഷാ സമയത്ത് അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടോ ആരോഗ്യ പ്രശ്നങ്ങളിലോ എന്തെങ്കിലും കാരണങ്ങളാൽ +2 പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു, ഓക്കെ, അവൻ പഠിച്ച എൻട്രൻസിന് മാർക്ക് വാങ്ങിക്കുന്നു. അതിനപ്പുറം ഒരു 30% അല്ലെങ്കിൽ 40% പോട്ടെ, ഒരു 60% മാർക്കേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ, +2 എന്നെ കൊണ്ട് അത്രേ പറ്റി എന്ന് പറയുന്ന ഒരു കുട്ടി ഒരിക്കലും ഒരു 16 മണിക്കൂർ ഇരുന്ന് ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് അതിന് തയ്യാറെടുക്കുമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ ഇത്രയും ലിറ്ററസി റേറ്റ് ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആൾക്കാർ അതെങ്ങനെ വിശ്വസിച്ച് പോകുന്നു എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും സങ്കടം വരുന്നത്. തീർച്ചയായിട്ടും. കാരണം അവിടെ നമുക്ക് മറ്റൊന്നും, കാരണം ഇപ്പം ബ്രില്യൻറ്റിൽ നമുക്കറിയാം നമുക്ക് ഇത്രത്തോളം നമുക്ക് ഫെസിലിറ്റികളുണ്ട്, ഇത്രത്തോളം സെന്ററുകളുണ്ട്, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുകൊണ്ട് മാർക്കിന്റെ ക്രൈറ്റീരിയകളൊക്കെ ഇല്ലാതെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനും അവർക്കൊക്കെ താമസ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും വേണമെങ്കിൽ ഇന്ന് സാധിക്കും. പക്ഷേ അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ, ഒന്നുകിൽ +2 മേഖലയിൽ, അല്ലെ 10th മേഖലയിൽ, അല്ലെ എൻട്രൻസിൻ്റെ മേഖലയിൽ അവനവൻ്റെ കഴിവ് പ്രകടിപ്പിച്ച ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളത് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതല്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പാഷൻ അനുസരിച്ച് ദയവായിട്ട് അദ്ദേഹത്തിന് പറ്റിയ ഒരു മേഖല തിരഞ്ഞെടുക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും ഇതിന് മറുവശവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രില്യൻറ്റിൽ എടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടുന്നില്ലല്ലോ. 90, 95, 99% വിദ്യാർത്ഥികൾ എടുക്കുന്നു. മുഴുവൻ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടും അവരെ ഗവൺമെൻറ് മേഖലയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതിന് എന്തായിരിക്കും നമുക്ക് മറുപടി പറയാൻ സാധിക്കുക? അതിന് തീർച്ചയായിട്ടും പറയാനുള്ളത് ഈ പറയുന്ന പോലെ വരുന്ന കുട്ടികളെല്ലാം തന്നെ എക്സലൻ്റ് ആയിട്ട് പഠിക്കുന്നവരാണ്. അവിടെ ഈ ഓടാൻ തയ്യാറായിട്ട് നിൽക്കുന്ന കുട്ടികളാണ് എല്ലാവരും. അവർക്ക് നന്നായിട്ട് ഓടാനും അറിയാം. അവിടെ അവരുടെ വേഗം, അവർ ഓരോ ക്വസ്റ്റിനെയും എങ്ങനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റിനെയും എത്ര ഇൻഡെപ്തിൽ അവർ മനസ്സിലാക്കുന്നു, ഓരോ കോൺസെപ്റ്റും അവർ മറ്റു കുട്ടികളെക്കാൾ വേഗത്തിൽ എങ്ങനെ ക്യാച്ച് ചെയ്യുന്നു, അതെങ്ങനെ പരീക്ഷാ പേപ്പറിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഓരോ കുട്ടിയും എന്തുകൊണ്ട് 99 വാങ്ങിച്ച കുട്ടികൾ 3 പേർ മത്സരിക്കുമ്പോൾ ഒരാൾ എന്തുകൊണ്ടേ മുന്നിൽ കയറുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ട മത്സരം തന്നെയാണ് എനിക്ക് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് ഓടാൻ അറിയാമെന്നുള്ള ആളുകളാണെങ്കിലും അതിലൊരാൾ ഇച്ചിരി ഒന്ന് വേഗത്തിലോടും. അതുപോലെ തന്നെ പരീക്ഷാ സമയത്ത് നമ്മൾ പഠിക്കുന്ന കോൺസെപ്റ്റ് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് ഏറ്റവും വേഗം ഗ്രാസ്പ് ചെയ്യുകയും അതിനെ വീണ്ടും വീണ്ടും പഠിച്ച് ഉറപ്പിച്ചു വയ്ക്കുകയും പരീക്ഷയാകുന്ന സമയത്ത് കൃത്യമായ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ അത് ഒബ്ജക്റ്റീവായിട്ട് കൊണ്ടുവരികയും ചെയ്യാനുള്ള ഒരു കുഞ്ഞിൻ്റെ കഴിവ് അത് തന്നെയായിരിക്കും ഈ മാർക്കിന് മുകളിലായിട്ട് റാങ്ക് ക്രൈറ്റീരിയ വരുമ്പോൾ അവൻ മുന്നിൽ കയറാനുള്ള കാരണവും. തീർച്ചയായിട്ടും. കാരണം അത് തന്നെയാണ് അതിൻ്റെ ഒരു ലോജിക്ക്, ഒബ്ജക്റ്റീവിലോട്ടുള്ളൊരു ലോജിക്ക് ഡെവലപ്പ് ചെയ്യാൻ ഓരോ വ്യക്തികൾക്കുമുള്ള ഓരോ കഴിവുകളുണ്ട്. അതിനുള്ള പരിശീലനം നമ്മൾ മാക്സിമം കൊടുക്കുന്നു. പക്ഷേ ഇവിടെ എപ്പോഴും ബ്രില്യൻറ്റിൻ്റെ ഏത് റിസൾട്ട് എടുത്തു കഴിഞ്ഞാലും നമ്മൾ ആദ്യ സ്ഥാനം കൊടുക്കുന്നത് കുട്ടികൾക്കാണ്. നല്ല കുട്ടികൾ വരുന്നു, അവർ നല്ല രീതിയിൽ പരിശീലിക്കുന്നു, അവരെ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ തീർച്ചയായിട്ടും നമ്മൾ ബ്രില്യൻറ്റ് എപ്പോഴും മുൻപന്തിയിലുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് NCERT-യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം NCERT ബേസ്ഡ് ഒരു കുട്ടിക്ക് ഒരു കഴിവുണ്ടായിരിക്കണം റിപ്പീറ്റൊക്കെ ചെയ്യുമ്പോൾ. കാരണം ഈ വർഷം ഇപ്പം 2023, 2024 എടുത്താൽ സാധാരണ ഒരു ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻ, ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്, ഒരിക്കലും ടഫ് അല്ല. അപ്പം ആ രീതിയിൽ ആ കുട്ടി എന്തിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആ കുട്ടി ഫോക്കസ് ചെയ്യേണ്ടത് NCERT തന്നെയാണ്. കാരണം ഈ വർഷത്തെ ക്വസ്റ്റ്യൻ എടുത്താൽ പോലും NCERT വിട്ട്
അല്ലെങ്കിൽ ഔട്ട് ഓഫ് NCERT എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. പക്ഷേ അവർ ഡിസ്ക്രിപ്റ്റീവ് പഠിക്കുന്നതിനപ്പുറം ഓരോ സെൻറ്റൻസിനെയും അല്ലെങ്കിൽ ഓരോ കോൺസെപ്റ്റിനെയും വിലയിരുത്തുന്നതിൽ അതിൽ എത്രത്തോളം ആഴത്തോടെ അവർ പഠിക്കുന്നു അത്രത്തോളം വേഗത്തിൽ അതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാരണം 4 ഓപ്ഷനുകൾ ഒരുപോലെ ഇരിക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എഴുതാൻ കഴിയുന്ന ഒരു കുട്ടിക്ക് ആ ഓപ്ഷൻ കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതിലേക്ക് അവനെ എത്തിക്കാൻ ഒരു പാരഗ്രാഫ് എഴുതിയ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു പേജ് എഴുതിയ സ്ഥലത്ത് നിന്ന് കൃത്യമായി ഒരു ആൻസറിലേക്ക് വരാൻ അവൻ എടുക്കുന്ന ഒരു സമയം, അത് കൃത്യമായി ഓരോ കോൺസെപ്റ്റിനെയും അവൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന സമയവും തമ്മിൽ വളരെ ഒരു ചേർച്ചയുണ്ട്. എത്ര വേഗം അവൻ ആ കോൺസെപ്റ്റിനെ NCERTയുടെ ഓരോ വരികളിലൂടെയും അവൻ കടന്നു പോകുമ്പോൾ, NCERTയ്ക്ക് അപ്പുറം നമുക്ക് വേറെ ഒരു ടെക്സ്റ്റ് ബുക്കുകളും ഇല്ല തന്നെ, അത് മാത്രം പഠിച്ചാൽ മതി. പക്ഷേ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരു കുട്ടി അതിലുള്ള ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഓരോ സെൻറ്റൻസിനെയും കീറി മുറിച്ച് അനലൈസ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവന് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഒരു റാങ്കിലേക്ക് വരാൻ പറ്റും. പക്ഷെ അതിന് നല്ലൊരു ഹാർഡ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. പ്ലസ് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തഡോളജി അത് വേണം. ആ ഒരു മെത്തഡോളജിയിൽ കൂടെ മാത്രമേ അവൻ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. ആ മെത്തഡോളജിയാണ് നമ്മൾ കുട്ടികൾക്ക് ഇവിടെ കൊടുക്കുന്നത്. അപ്പം ഏറ്റവും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യാൻ, സ്വയം അർപ്പിക്കാൻ എത്രത്തോളം കഴിയും എന്നുള്ളത് ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കിയിട്ട് വേണം റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനമെടുക്കാനായിട്ട്. ടീച്ചർ 2-3 കാര്യങ്ങൾ പറഞ്ഞു. പാഷൻ്റെ കാര്യം പറഞ്ഞു. പാഷൻ എത്രത്തോളം ഈ ഒരു കോഴ്സിനോട് ഉണ്ടാകണം എന്നുള്ള കാര്യം പറഞ്ഞു. ഏതെങ്കിലും അക്കാഡമിക്കായിട്ടൊരു കഴിവുണ്ടോ എന്നുള്ളത് നോക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്രത്തോളം NCERTയിലൂടെ ഈ പഠിക്കുന്ന 14-16 മണിക്കൂറിൽ എത്രത്തോളം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുമെന്നുള്ളത് പറഞ്ഞു. മറ്റൊരു മേഖല നമുക്കറിയാം, ഇന്ന് +2വിന് ശേഷം ഏതൊരു മേഖലയിലോട്ട് പോകണമെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ ഫേസ് ചെയ്യേണ്ടതുണ്ട്. എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ റിസർച്ചോ ഡിഗ്രിയോ ഏത് മേഖലയുമാകട്ടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൽ മാനസികാരോഗ്യത്തിൻ്റെ ഒരു ടെൻഷൻ്റെ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഫ്രീ ക്യാമ്പസിൻ്റെ എത്രത്തോളം ആവശ്യകതയുണ്ട്? തീർച്ചയായിട്ടും സർ, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ അവിടെയാണ് പാഷൻ്റെ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാനുള്ളത്. നമ്മൾ ഒരു കാര്യത്തിൽ പാഷനേറ്റ് ആണെങ്കിൽ ഇച്ചിരി ഒരു സ്ട്രെനുവസ് ആയി പോയാലും നമ്മൾ അതിനെ ആസ് സച്ച് അക്സെപ്റ്റ് ചെയ്യും. കാരണം അതെൻ്റെ പാഷനാണ്. അപ്പോൾ ഞാൻ പാഷനേറ്റ് ആണെങ്കിൽ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി ഒരു ഹാർഡ് വർക്കും സ്ട്രെയിനും ഒക്കെ തോന്നിയാലും ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. നേരെ മറിച്ച് പാഷൻ ഇല്ലാതെ ഞാൻ വരുമ്പോൾ എനിക്കതൊരു ബേർഡൻ ആയിട്ട് തോന്നും. അപ്പം നമുക്ക് ഈ 14 മണിക്കൂർ പഠിത്തം എന്ന് പറയുന്നത് എത്രയൊക്കെ നമ്മൾ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, എത്രയൊക്കെ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ കൊടുത്താലും കുഞ്ഞിന് അതൊരു ബേർഡൻ ആയിട്ട് തോന്നും. നേരെ മറിച്ച് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ മെത്തേഡും, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്നു, ചില കുഞ്ഞുങ്ങളുണ്ട് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ ഉടനെ തന്നെ നമ്മുടെ പുറകെ വരും ബുക്കും കൊണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മൾ പോലും ഇറിറ്റേറ്റഡ് ആകും. ടോയ്ലറ്റിൽ പോകാൻ പോലും സമ്മതിക്കാതെ നമ്മുടെ പുറകെ ആ ടെക്സ്റ്റും കൊണ്ട് അതിൻ്റെ ഓരോ ലൈനും നമ്മൾ ക്ലാസ്സിൽ പറയുമ്പോൾ എന്തെങ്കിലും ഒരു അവർക്കത് മനസ്സിലാകാതെ വന്നാൽ, ആ കോൺസെപ്റ്റിന് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ക്ലിയർ ആകുന്നത് വരെ നമ്മുടെ പുറകെ നടക്കും. അത് ആ കുട്ടി നമ്മുടെ പുറകെ അത്രയും സമയം കൂടെ അവന് വേണമെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെ വർത്താനം പറഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ക്യാമ്പസിൽ ഇഷ്ടം പോലെ കഫറ്റേരിയാസ് ഉണ്ട്, അവിടെ പോയിരിക്കാം. അങ്ങനെയൊന്നുമല്ല, ആ സമയം കൂടി വർക്ക് ചെയ്ത് എനിക്ക് എത്തേണ്ടടുത്ത് എത്തണം എന്നൊരു ബോധം ആ കുഞ്ഞിനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിടത്ത് തന്നെ വീണ്ടും നിൽക്കുന്നു, കുഞ്ഞിന് ആ ഒരു പാഷൻ ഉണ്ട്, കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഇവിടെ ഈ പറയുന്ന പോലെ ഓരോ കുഞ്ഞിനെയും കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ കുറവനുസരിച്ച് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാനായിട്ട് മെൻറ്റർ സപ്പോർട്ടുകളുണ്ട്. ഇനി മെൻറ്റേഴ്സ് അല്ലാതെ കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഡയറക്ടേഴ്സ് പോലും. എല്ലാ ഡയറക്ടേഴ്സും, ഓരോ കുഞ്ഞുങ്ങളും നേരിട്ട് വന്നാണ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് അവരുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ തലങ്ങളിൽ നിന്നും, ഏറ്റവും ബേസ് ലെവൽ മുതൽ ഏറ്റവും ടോപ്പ് ലെവൽ വരെ കുഞ്ഞ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി, അത് വെറും ഒരു വാക്കിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ഇവിടെ പഠിച്ചിറങ്ങിയ ഓരോ കുട്ടിക്കും കൃത്യമായിട്ട് അത് പറയാൻ കഴിയും. അവരോട് കൃത്യമായിട്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് അതിനൊരു സൊല്യൂഷൻ, ഒരു സെക്കൻഡിലേക്കുള്ള ഒരു സൊല്യൂഷൻ അല്ല, ഒരു അൾട്ടിമേറ്റ് സയൻറ്റിഫിക് സൊല്യൂഷൻ, അത് കൊടുക്കാൻ എപ്പോഴും ബ്രില്യൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ മക്കൾ ഈ പറയുന്ന പോലെ വലിയ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഞങ്ങൾ ബ്രില്യൻ്റിൽ പഠിച്ചതാണ് ടീച്ചർ അവിടെ അല്ലേ എന്ന് ചോദിക്കുന്നിടത്ത് ആ സ്നേഹം ഞങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഈ എൻട്രൻസിൻ്റെ മേഖല എന്ന് പറയാൻ, പ്രത്യേകിച്ച് നമുക്ക് ബ്രില്യൻ്റിൽ തന്നെ ചെയ്യുന്നത് നമ്മൾ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം മലയാളികളിൽ തന്നെ ഏറ്റവും നല്ല ക്രീമായിട്ടുള്ള സ്റ്റുഡൻസിനെ പരസ്പരം മത്സരിച്ച് നല്ലൊരു ആരോഗ്യകരമായ ഒരു മത്സര രീതിയിലൂടെ തന്നെയാണ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് അവരെ ഒരു എക്സാമിലൂടെ എത്തിക്കുന്നത്. കാരണം കൃത്യമായ തിയറി ക്ലാസ്സുകൾ, അതിൻ്റെ വീക്കിലി എക്സാമുകൾ, ചാപ്റ്റർ വൈസ് എക്സാമുകൾ, NCERT ബേസ്ഡ് എക്സാമുകൾ, യൂണിറ്റ് വൈസ് എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, അങ്ങനെ ഒരു പാറ്റേണിലൂടെ തന്നെയാണ് എത്തിക്കുന്നത്. ഇവിടെ ഈ ഒരു കമ്പാരിസൺ, കുട്ടികൾ തമ്മിലുള്ള ഒരു പരസ്പരമുള്ള കമ്പാരിസൺ
അല്ലെ മാർക്ക്, റാങ്ക്, ഇതൊക്കെ എത്രത്തോളം അയാൾ ആദ്യം തന്നെ ഫോക്കസ് ചെയ്യണം? അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ ഈ ആദ്യം തൊട്ടുള്ള ഈ റാങ്കിന്റെയും മാർക്കിന്റെയും? തീർച്ചയായിട്ടും അടിസ്ഥാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാർ, ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഓണം എക്സാം വരും. ആ ഓണം എക്സാം കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അടുത്ത ക്രിസ്മസ് പരീക്ഷ വരുന്നു. അങ്ങനെയാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്രില്യൻറ്റിലേക്ക് വരുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടവും അതുതന്നെയാണ്. നമ്മൾ ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബോട്ടണി ആയാലും സുവോളജി ആയാലും ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ചെയ്യുന്നത് പരീക്ഷ ഇടുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ആദ്യത്തെ പരീക്ഷയല്ലേ, കുറച്ച് എളുപ്പത്തിലിടാം, അല്ലെങ്കിൽ വേറെ പാറ്റേൺ, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് പരീക്ഷ മുതൽ തന്നെ നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ കുട്ടി ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പരീക്ഷ, ആദ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ തന്നെ ആ സബ്ജക്റ്റ് ആ ക്ലാസ്സിൽ അത്രയും ശ്രദ്ധിച്ചാൽ മതിയോ, അല്ലെങ്കിൽ ആ പഠിപ്പിച്ച കാര്യം ഞാൻ ഇത്രയും സമയം വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയോ, ഇനിയും കുറച്ചുകൂടെ ഞാൻ വർക്ക് ചെയ്യണോ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടി ഇത്രയും മാർക്ക് വാങ്ങിച്ചു, അപ്പോൾ അവളും എന്നെപ്പോലെ ക്ലാസ്സിലിരുന്ന് കേട്ടതാണ്, പക്ഷേ എന്തുകൊണ്ട് അവൾ കൂടുതൽ വാങ്ങിച്ചു അല്ലെങ്കിൽ അവൻ കൂടുതൽ വാങ്ങിച്ചു, അപ്പോൾ എൻ്റെ ഇഫേർട്ട്, ഞാൻ എടുത്ത ഇഫേർട്ട് കുറവാണ്, ഞാൻ അതിൽ എന്തൊക്കെ ചെയ്യാം. അങ്ങനെ ഓരോ പ്രാവശ്യവും, ശരിക്കും പറഞ്ഞാൽ ഓരോ ആഴ്ചയും അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഒറ്റയടിക്ക് ഒരു ദിവസം രാവിലെ വന്ന് നമുക്ക് 720 വാങ്ങിച്ചിട്ട് പോകാം എന്ന് പറയുന്ന മണ്ടത്തരം ഒരിക്കലും ഞങ്ങൾ ബ്രില്യൻ്റ് എന്ന് പറയില്ല. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇതൊരു 1 year പ്രോസസ്സ് എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് സയൻറ്റിഫിക് പ്രോസസ്സാണ്. ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ്, ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ തിങ്കളാഴ്ച പരീക്ഷ വരുന്നു, ആ തിങ്കളാഴ്ച ആ വീക്കിൽ പഠിപ്പിച്ച കോൺസെപ്റ്റുകളെല്ലാം ചേർത്തൊരു പരീക്ഷ, അതും നീറ്റ് മോഡലിൽ. അപ്പോൾ കുട്ടിക്ക് തന്നെ ഒരു സെൽഫ് അനാലിസിസ്. പിന്നെ അതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇവിടെ പഠിച്ച ഒരു കുഞ്ഞ് തന്നെ എന്നോട് പറഞ്ഞതാണ്, ആ ഫസ്റ്റ് എക്സാം തൊട്ട് എക്സാം കഴിയുന്നതിൻ്റെ അന്ന് തന്നെ ഡയറക്ടേഴ്സും കോർഡിനേറ്റേഴ്സും എത്തി അവർക്ക് ആ റിസൾട്ട് ഇവാലുവേഷൻ നടത്തി നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നു. അവിടെ ക്യാഷ് കിട്ടുന്നു എന്നുള്ളതല്ല, മറിച്ച് ഫസ്റ്റിലെ തന്നെ ഞാൻ ഓക്കെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ പോകണം എന്നുള്ളൊരു ബോധം ആ കുഞ്ഞിന് ഒരിക്കലും അത് തളരാതെ മുന്നോട്ട് പോകാൻ അവനെ സഹായിക്കും. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 12 വർഷവും ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ പഠിച്ചു വന്ന ഒരു കുട്ടിക്ക് ഒബ്ജക്റ്റീവിലേക്ക് എത്തുമ്പോഴുള്ള ഒരു ചെറിയ ആ ഒരു ട്രാൻസിഷൻ ഫേസിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടാകും. അത് എങ്ങനെ ഓവർകം ചെയ്യാം, എന്തുകൊണ്ടാണ് എനിക്ക് അത്രയും ചെയ്യാൻ പറ്റാത്തതെന്ന് അവനെ ചിന്തിപ്പിക്കാൻ നമ്മുടെ പരീക്ഷകൾ തീർച്ചയായിട്ടും, അത് ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വൺ ഓഫ് ദ തിങ് എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷകൾ തന്നെയാണ്. ഇവിടെ പഠിച്ചു പോയി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇരിക്കുന്ന മെജോറിറ്റി ഡോക്ടേഴ്സും പറയുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ, ആ രീതികളെക്കുറിച്ചും ആ ക്വസ്റ്റ്യനുകളെ കുറിച്ചുമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഫൈനൽ എക്സാം വരുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ മറ്റൊരു മോഡൽ എക്സാം ആണ് ഇത് എന്ന് അവർക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും NCERT-യിലൂടെ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. കാരണം തിയറി ക്ലാസ്സുകൾ മുഴുവൻ എല്ലാം റെഗുലറായിട്ടുള്ള ക്ലാസ്സുകളിലൂടെ തന്നെ, അതിന് എക്സാമുകളിലൂടെ, മോഡൽ എക്സാമുകളിലൂടെ. അപ്പം ഒരു ചാപ്റ്റർ തന്നെ ഒരു വിദ്യാർത്ഥിക്ക് എത്രയോ പ്രാവശ്യമാണ് റിവൈസ് ചെയ്ത് അതിനകത്ത് എല്ലാ പോയിന്റുകളും മനസ്സിലാക്കി തന്നെ നീറ്റ് എക്സാം ഹാളിലോട്ട് കടക്കാനായിട്ട് സാധിക്കുന്നത്. സാധാരണക്കാരായ കുട്ടികളെ സ്വപ്നം കാണിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് അക്കാഡമിക്കായിട്ട് കൃത്യമായി നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരികയും കൺസെപ്റ്റ് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു പരിശീലന പദ്ധതിയിലൂടെ അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പീറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു സ്റ്റഡി പ്ലാൻ, ഇപ്പോൾ തിയറി ക്ലാസ്സുകൾ, മോഡൽ എക്സാമുകൾ, എന്തായിരിക്കും ഒരു സ്റ്റഡി പ്ലാൻ ഒരു വർഷത്തെ? നമ്മൾ ജൂണിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിസംബർ അവസാനം കൊണ്ട് തന്നെ നമ്മൾ ക്ലാസ്സുകളെല്ലാം, തിയറി എല്ലാം തീർക്കും. അത്രയും കൃത്യമായിട്ടാണ് നമ്മുടെ ടൈം ടേബിൾ സിസ്റ്റം പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നമ്മൾ കടക്കുന്നത് മോഡൽ എക്സാമുകളിലേക്കാണ്. അപ്പോൾ അതുവരെ ഈ പറയുന്ന പോലെ ഓരോ ചാപ്റ്ററിലും അവർ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിലും മോഡൽ എക്സാം വരുമ്പോൾ ഇൻഡിവിജ്വൽ ചാപ്റ്ററുകൾ, പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ അത് കമ്പൈൻ ചെയ്തിട്ട് യൂണിറ്റ് എക്സാമുകൾ, പിന്നെ കമ്പൈൻഡ് മോഡൽ എക്സാം, പിന്നെ നീറ്റ് മോഡൽ എക്സാം, ഇങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് എക്സാമിലൂടെയാണ് അവർ പിന്നെ ജാനുവരി തൊട്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏകദേശം ഒരു 4 മാസത്തോളം ഈ പരീക്ഷകളിലൂടെ മാത്രമാണ് അവർ കടന്നു പോകുന്നത്. സോ പകുതി ഒരു 6 മാസം തിയറി ക്ലാസ്സും ബാക്കി 6 മാസം ഈ പറയുന്നത് പോലെ എക്സാമുകളിലൂടെയും കടന്നു പോയാണ് അവർ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ ക്ലാസ്സിലിരുന്ന് എന്താണോ പഠിക്കുന്നത് അത് മോഡൽ എക്സാമുകളിലൂടെ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്ത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അവർ ശരിക്കും ഒറിജിനൽ നീറ്റ് എക്സാമിന് പോകുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയോ പ്രാവശ്യം കേട്ട കോൺസെപ്റ്റുകൾ, അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം അവൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റുകൾ, എത്രയോ പ്രാവശ്യം ചെയ്ത ക്വസ്റ്റ്യനുകളാണ് വീണ്ടും വീണ്ടും ചെയ്യുന്നത്. അത് എത്ര ആപ്ലിക്കൻസ് ഉണ്ടെങ്കിലും അവരുടെ ഇടയിൽ എന്തുകൊണ്ട് ബ്രില്യൻ സ്റ്റുഡൻസ് 90% കേരളത്തിൽ നിന്ന് ബ്രില്യൻ സ്റ്റുഡൻസ് വരുന്നു എന്നുള്ളതിന് ആൻസറും അത് തന്നെയാണ്. കൃത്യമായ പാറ്റേൺ
പാറ്റേണിലൂടെയാണ് അവർ പഠിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഓരോ കോൺസെപ്റ്റിനെയും എത്രയോ വട്ടം കണ്ടും കേട്ടും അനലൈസ് ചെയ്തും പഠിച്ചവരായതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കാണുമ്പോൾ ഒരു ഫെമിലിയർ അല്ല എന്നൊരു തോന്നലില്ല. കാരണം ആ ക്ലാസ്സിലിരിക്കുന്ന 72 പേരും ഏതാണ്ട് ഒരേ ലെവലിൽ ഇരിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയൊരു ബെറ്റർ എന്ന് പറയുന്നത്. കാരണം അവരെല്ലാം തന്നെ ഏതാണ്ടെങ്കിലും അക്കാഡമിക് നിലവാരം ഒരേ നിലവാരത്തിലിരിക്കുന്ന കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഗുണവും അത് തന്നെയാണ്. അവർക്ക് പരസ്പരം കോമ്പറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഈക്വൽ ആയിട്ട് കിട്ടുന്നു എന്ന് പറയുന്നത്. അപ്പം അതും ഒരു വളരെ ഹെൽത്തി കോമ്പറ്റീഷൻ ആണ്. ഏറ്റവും നമുക്കൊരു ഹെൽത്തി കോമ്പറ്റീഷൻ എപ്പോഴും വേണം. അത് വേറൊരാളിനെ തോൽപ്പിക്കാനല്ല, മറിച്ച് നമ്മുടെ മുൻപിൽ ഒരാൾ ഓടുമ്പോഴേ നമ്മുടെ സ്ഥാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ തന്നെ എപ്പോഴും വേഗത്തിൽ ഓടുന്നു അല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫർദർ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ആരെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ ഓടുന്നു അല്ലെങ്കിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഒരാൾ വേണം എന്നൊരു തോന്നൽ മനുഷ്യന് എപ്പോഴും വേണം. എല്ലാ കാര്യത്തിലും അത് വേണം. അത് ഏറ്റവും ഹെൽത്തിയർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സാർ പറഞ്ഞ പോലെ തന്നെ സ്വപ്നം കാണാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ അതെങ്ങനെ അച്ചീവ് ചെയ്യിപ്പിക്കാം അത് മാത്രമാണ് ബ്രില്യൻറ്റ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും. സോ ഈ വർഷവും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ റെഡി ആയിട്ടിരിക്കുവാണ്. ഞങ്ങൾ വരുന്ന പുതിയ മക്കളെ കാത്ത്. അടുത്ത വർഷം ഇതിനേക്കാളും വലിയൊരു റിസൾട്ടിനായി ഞങ്ങളിത് ഇപ്പോഴേ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കാത്ത് ഒരു കുടുംബം തന്നെ കാത്തിരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.